ഹായ്, നിങ്ങൾ കേട്ടായിരുന്നോ സെൽഫ് ലവിനെ കുറിച്ച്? സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെൽഫ് ലവ്. എന്താണ് സെൽഫ് ലവ്? സ്വയം അംഗീകരിക്കുക. സ്വയം അംഗീകരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെയാണ്. ബട്ട് കുറച്ച് നാൾ മുന്നേ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഐ എം ഓൾവേസ് പ്രയോറിറ്റൈസിങ് അതേഴ്സ് ഹാപ്പിനെസ്. ബട്ട് ഐ ചേഞ്ച് ദിസ് ഡേയ്സ്. എൻ്റെ ഹാപ്പിനെസ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോ അപ്പോൾ ഞാൻ ഇന്ന് തിങ്ക് ചെയ്തപ്പം ഇന്ന് നമുക്ക് സെൽഫ് ലവിനെ കുറിച്ച് തന്നെ സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. എങ്ങനെയാണ് സ്വയം അംഗീകരിക്കുക? നമുക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവുന്നേ. നമ്മൾ മനുഷ്യരല്ലേ. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഇല്ലാത്തവരാരാ ഉള്ളത്? പാളിച്ചകളും തെറ്റുകളും ഒന്നും വരുത്താത്തവരാരാ ഉള്ളത്? ആരുമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എവിടെയാണ് തെറ്റ് പറ്റിയത്, എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നോട്ട് അപ്പം എങ്ങനെയാ എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമല്ലേ? യെസ്. എങ്ങനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യും? പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു 40s to 50s ഉള്ള ആൾക്കാരോടാണ് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് പേരൻസ് ആയിട്ടുള്ളവർ, അവർ ഫാമിലിക്ക് വേണ്ടി കംപ്ലീറ്റ്ലി അങ്ങ് ഡിസൈഡ് ചെയ്ത് വെക്കുക അവരുടെ ലൈഫ്. അവരൊന്നും ലൈഫിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല, എവിടെയും പോയിട്ടില്ല. പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം ഇല്ലേ? നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിനു മുന്നേ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്യുമ്പം അതിന് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അതിനു വേണ്ടി കുറച്ച് ടിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. നമുക്കതിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ വായു. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സെൽഫ് ടോക്ക്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുക. നമ്മളെല്ലാവരോടും സംസാരിക്കാറുണ്ടല്ലേ, ചുറ്റുമുള്ളവരോട്, അടുത്തുള്ളവരോട്, ഫാമിലിയോട്, ഫ്രണ്ട്സിനോട്. ഇപ്പം പിന്നെ ഒരുപാട് വഴികളുണ്ട് സംസാരിക്കാൻ. വീഡിയോ കോൾ ചെയ്യാം. മോസ്റ്റ്ലി ഇന്നത്തെ പേരൻസ് എല്ലാവരും അബ്രോഡായിരിക്കും. ആരും തന്നെ വീട്ടിലുണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാവരോടും സംസാരിക്കാൻ സമയം കണ്ടുപിടിക്കും, ദൂരെയാണെങ്കിലും അകലെയാണെങ്കിലും ഒക്കെ. പക്ഷേ നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ടോ? ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്. എപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടത്? അതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എനിക്ക് കഴിയില്ല, അയ്യോ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷനിൽ നമ്മളോട് തന്നെ സംസാരിക്കണം. യെസ്, യു ക്യാൻ ഡു ദിസ്. യെസ്, നിനക്ക് പറ്റും. ഇനി നിനക്കൊരു അബദ്ധം പറ്റിപ്പോയോ, സാരല്ല, നീ പോട്ടെ, നമുക്ക് നെക്സ്റ്റ് ടൈം ശരിയാക്കാം. ഇങ്ങനെ നമ്മളോട് തന്നെ സംസാരിക്കുക. ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി സെക്കൻഡ്, നിങ്ങളൊരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക. എന്ത് ബൗണ്ടറീസ്? ആരെൻ്റെ അടുത്തോട്ട് വരാതെ ഇങ്ങനെ ഉള്ളുവലിയൊക്കെ കെട്ടി അതല്ല. നമ്മളൊരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം. എന്താണ്? എല്ലാവരും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാവരുത് നമ്മുടെ ലൈഫ്. ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയല്ല. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുക. നോ പറയുന്നത് ഒരു സെൽഫിഷ്നെസ് അല്ല കേട്ടോ. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നോ പറയുക. അത് ഏറ്റെടുത്തിട്ട് അവസാനം അത് കൊളാക്കണേക്കാട്ടിലും ഭേദമാണല്ലോ. സേ നോ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെൻ്റൽ പീസിന് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി ചെയ്യണം. നമ്മൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ന് വീട്ടിലൊരു 10 പേര് വിരുന്നിന് വരുന്നുണ്ട്. എനിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കണം. പക്ഷെ ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല. എനിവേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് ഫാമിലിയിലുള്ളവരെല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് എന്തിനാ അത്രയും പൈസ ഒന്നും കളയണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാം, ഞാൻ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് ഫുഡ് ഉണ്ടാക്കി. കുറച്ച് ഉപ്പ് കൂടി, കുറച്ച് ഉപ്പ് കുറഞ്ഞു, ഒരു ഇച്ചിരി എരിവ് കൂടി കുറഞ്ഞു. പിന്നെ അതാകെ ഒരു ടെൻഷനായി അല്ലേ? അങ്ങനെ നമ്മൾ അൺവാണ്ടഡായിട്ട് വിളിച്ചു വരുത്തുന്ന കുറച്ച് ടെൻഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പോവാം. ദിസ് ഇസ് എ സ്മോൾ എക്സാമ്പിൾ. അത് നമുക്ക് കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഈ പേരൻസിനൊക്കെ. അതുപോലെ തന്നെ കുട്ടികളോടാണെങ്കിൽ എനിക്ക് പറയാനുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കുക, പപ്പ നെക്സ്റ്റ് എക്സാമിന് ഞാൻ ഫുൾ മാർക്ക് വാങ്ങിക്കും.
പഠിക്കാൻ വലിയ ആവറേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആയിരിക്കും, അവനെ കൊണ്ട് അത് പറ്റില്ല. അപ്പോൾ അവനത് മനസ്സിലാക്കണം. സോ എല്ലാവരുടെ ഐക്യു ലെവൽ ഡിഫറെൻ്റ് ആണെന്നും എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റില്ല എന്നും, പക്ഷെ പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാനും പറ്റുമെന്നും മനസ്സിലാക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മെയിനായിട്ടൊരു കാര്യമുണ്ട്, നമ്മുടെ മെൻ്റൽ പീസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ പ്രോമിസ് ചെയ്യാതിരിക്കുക. പിന്നെ ദ മേജർ തിങ്, കമ്പാരിസൺ. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരുപാട് കമ്പാരിസൺസ് നടക്കുന്നുണ്ടല്ലേ. യെസ്, ഇപ്പോൾ ഒത്തിരി വ്ളോഗേഴ്സൊക്കെ എന്നെ പോലെ അല്ല, നമ്മൾ വലിയ വ്ളോഗറൊന്നുമല്ല, എന്നാലും ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, കമ്പാരിസൺ ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് ലവിനെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജേണിയിൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ബിക്കോസ് നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് അക്സെപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡ് ഫാക്ടർ, ബട്ട് വി ഹാവ് ടു ക്രിയേറ്റ് അവർ ഓൺ സ്റ്റൈൽ. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഗ്രോത്ത്. ഇന്ന് എനിക്ക് എത്രമാത്രം ഗ്രോത്ത് ചെയ്യാൻ പറ്റി, അതിന് എന്ത് ഫാക്ടറാണ് എൻ്റെ ലാക്കിങ് വന്നത്, എങ്ങനെ എനിക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ നാളെ ഇതെന്നെ വളർത്തു അതോ തളർത്തു, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ പോയി. ഇപ്പോൾ നമ്മൾ 4 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സെൽഫ് അക്സെപ്റ്റൻസ് ചെയ്യുക, സെക്കൻഡ് തിങ് യു ഹാവ് ടു ബി ടോക്ക് ഇൻ യുവർ സെൽഫ്, ദെൻ ബൗണ്ടറീസ് ആൻഡ് കമ്പാരിസൺ ഒഴിവാക്കുക. ദെൻ നമുക്ക് വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ ഒരു കുറ്റബോധം തോന്നാൻ പാടില്ല. ബിക്കോസ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ചിലർ ഒരുപാട് അങ്ങ് ഓവർ ടൈം ചെയ്യും പൈസയ്ക്ക് വേണ്ടിയിട്ടേ. പിന്നെ വീട്ടിൽ വന്ന് പണി, ജോലി സ്ഥലത്ത് വേറെ ജോലി, എല്ലാം കഴിഞ്ഞ അവസാനം അവർക്ക് ഫിസിക്കലി അവർ വയ്യ, അവർക്കൊട്ടും പറ്റുന്നില്ല. അവരുടെ ലൈഫ് മുഴുവനും അവരങ്ങനെ തന്നെ ആ റൂട്ടീനിൽ അങ്ങനെ പോകും. സോ നമുക്ക് ഉറക്കം, ഭക്ഷണം, മെൻ്റൽ ബ്രേക്ക് ഇതൊക്കെ അത്യാവശ്യമാണ്. സോ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതും ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാട്ടോ. പിന്നെ മിസ്റ്റേക്സ്, നമ്മളെപ്പോഴും വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പാഠങ്ങളൊക്കെ പഠിച്ചു, നമ്മൾ കുറേ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളെ മനസ്സിലാക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ മനസ്സിലാക്കുന്നിടത്തോളം മറ്റാരും മനസ്സിലാക്കണമെന്നില്ലല്ലോ. സോ നിങ്ങളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നോ? നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അതുപോലെ സെൽഫ് കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഇതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. ബിക്കോസ് ഞാൻ എന്നെ തന്നെ നോക്കി മിററിലൊക്കെ നോക്കുക, ഇന്ന് ഞാൻ കുറച്ച് സുന്ദരിയായിട്ടുണ്ട്, ഇന്ന് എൻ്റെ സ്മൈൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, ഇന്ന് നീ സൂപ്പറായിട്ട് കുക്ക് ചെയ്തു, ഇന്ന് നീ നന്നായിട്ട് വണ്ടി ഓടിച്ചു, ഇന്ന് നീ നന്നായിട്ട് സംസാരിച്ചു, ഇന്ന് നീ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നീ നിന്നോട് തന്നെ പറയുക. അപ്പോൾ ഓൾവേസ് നമ്മൾ ഒരു കോൺഫിഡൻ്റ് ആവും. പിന്നെ കുറച്ച് സമയം സൈലൻ്റായിട്ട് ഇരിക്കാനും കൂടെ മാറ്റി വെക്കണം കേട്ടോ. സൈലൻസ് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഹീലിംഗ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കുക. അപ്പം നമ്മളെല്ലാവരും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണു. അപ്പോൾ എന്താണ് സെൽഫ് ലവ് എന്ന് നമ്മൾ കണ്ടു, സെൽഫ് ലവ് എങ്ങനെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. സോ ഐ ഹോപ്പ് ഓൾ എൻജോയ് ദിസ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ. അപ്പോൾ അതർ വീഡിയോ ആയിട്ടും വേറെ ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ബൈ.